ഞാൻ അടുത്ത ഒരു ദിവസം ഒരു ട്രെയിൻ യാത്ര നടത്താനിടയായി. അപ്പോൾ ട്രെയിനിൽ എൻ്റെ നേരെ എതിരെ ഇരുന്ന ആൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. സാറ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉരുണ്ട് കളിക്കരുത്, ഒന്നുകിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ രണ്ട് ഉത്തരമേ ഉള്ളൂ, ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റുള്ളൂവെങ്കിൽ ഞാൻ ദൈവം ഉണ്ട് എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, ശാസ്ത്രവും ഈ വിശ്വാസവും ഒരുമിച്ച് പോകുന്നു. ഒരു ശാസ്ത്രജ്ഞന് വിശ്വാസിയാകാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരായി അറിയപ്പെടുന്നത് ന്യൂട്ടൺ, ചാൾസ് ഡാർവിൻ, ഐൻസ്റ്റൈൻ, ഇവരാണ്. ഇവരെ ആരും ദൈവനിഷേധം നടത്തിയിട്ടില്ല. പിന്നെ ഇവരെ ഐൻസ്റ്റൈൻ പ്രത്യേകിച്ച് ഞാൻ അഗ്നോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്നോസ്റ്റ് എന്ന് വെച്ചാൽ ദൈവത്തെ മനസ്സുകൊണ്ട് അറിയാൻ സാധിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നോ എന്ന വാക്കിൽ നിന്നാണ് ഗ്നോസിസ് എന്ന് വരുന്നത്. അഗ്നോസ്റ്റ് എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അറിയാൻ കഴിയില്ല. ഈ ഫിലോസഫിയിൽ പല പൊസിഷനുണ്ട്. സ്കെപ്റ്റിസിസം, അഗ്നോസ്റ്റിസിസം, ഇതിനൊക്കെ വെവ്വേറെ മീനിങ് ആണ്. സ്കെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അയാൾ സംശയിക്കുന്നു എന്നേ ഉള്ളൂ, അയാൾ അവിശ്വസിക്കുന്നില്ല. അഗ്നോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഇൻഡ്യൂഷൻ നിഷേധിക്കുന്നില്ല. ഐൻസ്റ്റൈൻ പ്രത്യേകിച്ച് ഇൻഡ്യൂഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മനസ്സുകൊണ്ട് അറിയുന്നത് കൂടാതെ ഇൻഡ്യൂഷൻ വഴി നമുക്ക് പലതും അറിയുക എന്ന് പറയുന്നത് അവിടെ ആ വേർഡ് ആ പദം അവിടെ വാസ്തവത്തിൽ പ്രസക്തമല്ല. കാരണം അറിയുക എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അറിയുക എന്നാണ്. ഇൻഡ്യൂഷൻ വഴി നമ്മൾ കോർഗനൈസ് ചെയ്യുകയല്ല, അപ്രഹെൻഡ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ വാക്കുകൾ കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ മനസ്സുകൊണ്ട് അറിയാൻ പാടില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അഗ്നോസ്റ്റ് എന്ന് പറഞ്ഞ. പിന്നെ ഈ മൂന്ന് പേരും ഈ പ്രമുഖ സയൻറ്റിസ്റ്റുകളെന്ന് ഞാൻ പറഞ്ഞ ഈ മൂന്ന് പേരും ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം അവർ ദൈവ നിഷേധം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ദൈവം എന്നുള്ള സങ്കല്പത്തിനെ അവരെല്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശാസ്ത്രവും ദൈവവിശ്വാസവും ഒത്തുപോവുകയില്ല എന്ന് നിങ്ങൾ പറയുന്നതിൽ എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങേര് ചോദിച്ചു, എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നതല്ലേ ശാസ്ത്രം? ഞാൻ പറഞ്ഞു, വളരെ ശരിയാണ്. ഈ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രത്തിൻ്റെ സമീപനം ഒന്നിനെയും മുഖവിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധനങ്ങൾ താഴോട്ട് വീഴുന്നു. നമ്മൾ നിത്യേന കാണുന്ന ഒരു സംഭവമാണിത്. സാധനങ്ങൾ താഴോട്ട് വീഴുന്നു. അപ്പോൾ ഒരു ഭൗതിക വിശ്വാസിയെ സംബന്ധിച്ച് സാധനങ്ങൾ താഴോട്ട് വീഴും, അതിനിപ്പോൾ എന്താ? പക്ഷേ ഇത് കൂടുതലായിട്ട് ഇതിന് വിശദീകരണം ആവശ്യമുണ്ട് എന്ന് ന്യൂട്ടൺ ചിന്തിച്ചുകൊണ്ടാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടായത്. അതുപോലെ ഒന്നിനെയും നമ്മൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ചെയ്യാതിരിക്കുക. അതിനാണ് തുറന്ന മനസ്ഥിതി എന്ന് പറയുന്നത്. അതാണ് ഇൻഡിറ്റർമിനേറ്റ്നെസ്. ആ ഇൻഡിറ്റർമിനേറ്റ്നെസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ ബുദ്ധിശക്തി. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഈ ബുദ്ധിയുള്ള ഒരാൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ബുദ്ധിശക്തിയും വിശ്വാസങ്ങളും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഈ പഠനങ്ങളിൽ മിക്കതിലും ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ വിശ്വാസി അല്ലാത്തവരെല്ലാം അവിശ്വാസികളാണ്.
ഈ ഒരു ക്രിസ്തുമതം കൂടുതൽ പ്രചരിച്ചിട്ടുള്ള നാടുകളിൽ നമ്മൾ യേശുവിനെ അംഗീകരിക്കണം, ദൈവത്തെ യഹോവയെ അംഗീകരിക്കണം. ഇതാണ് വിശ്വാസി. ഇതിൽ പെടാത്തവരെല്ലാം അവിശ്വാസിയാണ്. ഇതിനിടയ്ക്കൊരു കാറ്റഗറി ഇല്ല ഈ പഠനങ്ങളിൽ. അപ്പം ഇങ്ങനെയുള്ള പഠനങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു ചെറിയ വ്യത്യാസം കാണും. ഈ അവിശ്വാസികൾക്കാണ് ബുദ്ധിശക്തിയെ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, വിശ്വാസികൾക്കാണ്. പക്ഷേ ചില അപൂർവം ചില പഠനങ്ങളിൽ 3 കാറ്റഗറിയുണ്ട്. ഒന്ന് ഇൻഡിറ്റർമിനേറ്റ്നെസ്, അതായത് ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയില്ലാത്ത ഒരു കാറ്റഗറി. അത് അഗ്നോസ്റ്റിക്സിനെയും സ്കെപ്റ്റിക്സിനെയും ഇതിനകത്ത് വേണമെങ്കിൽ പെടുത്താം. അങ്ങനെയുള്ള പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് ഈ മിഡിൽ കാറ്റഗറിക്കാണ്. അത് തുറന്ന മനസ്ഥിതിയുള്ളതാണ്, ഇൻഡിറ്റർമിനേറ്റ്നെസ് പുലർത്തുന്നവർക്കാണ്. പിന്നെ ഒരുപാട് ആനിമൽസ് മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിലും ഏറ്റവും ബുദ്ധിയുള്ള മൃഗങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് ചാടാത്തതാണ്. ഇപ്പോൾ 2 ചോയ്സ് ഉണ്ട്. അത് ഒന്ന് ഫുഡിലേക്ക് പോകും, മറ്റേത് ഫുഡിലേക്ക് പോവില്ല. ഈ ഏതെങ്കിലും ഒന്നിലേക്ക് എടുത്തു ചാടാതെ പരിസരം നന്നായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഒരു പാത്ത് എടുക്കുന്ന മൃഗങ്ങൾക്കാണ് ബുദ്ധി കൂടുതൽ. അതായത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കാനുള്ള കഴിവ്, അത് ബുദ്ധിശക്തിയുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ ബുദ്ധിശക്തിയുള്ള ആളുടെ ലക്ഷണം. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ചോയ്സിലേക്ക് പോകാതിരിക്കുക. പിന്നെ ഈ പഠനങ്ങളിൽ വേറൊരു വലിയ തെറ്റ്, അതായത് പാശ്ചാത്യ നാടുകളിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ വേറൊരു തെറ്റ്, വിശ്വാസികളുടെ കൂട്ടത്തിൽ മതവിശ്വാസികളെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ഭൗതിക വിശ്വാസമാണ് അടിസ്ഥാനപരമായ വിശ്വാസം. അത് ദൈവം ഇല്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസം തന്നെയാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ കാണുന്നത് മാത്രമാണ് സത്യം, അല്ലെങ്കിൽ മാറ്റർ മാത്രമാണ് സത്യം. ഈ കാണുന്ന റെഗുലാരിറ്റീസ് അബ്സല്യൂട്ടാണ്, റിലേറ്റീവ് അല്ല എന്ന് വിചാരിക്കുന്നതാണ് മെറ്റീരിയലിസം. ഈ മെറ്റീരിയലിസം ആളുകളെയും അവിശ്വാസികളുടെ കൂടെയാണ് തട്ടിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഭൗതിക വിശ്വാസമാണ് ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം. അപ്പം അവരെയും വിശ്വാസികളുടെ കൂടെയാണ് ഇടേണ്ടത്. ചുരുക്കത്തിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഡോഗ്മാറ്റിസത്തിനെയും തുറന്ന മനസ്ഥിതിയുമാണ്. അത് ഡോഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. അത് മതവിശ്വാസമാകാം, ഭൗതിക വിശ്വാസമാകാം. ദൈവമില്ല എന്ന് തറപ്പിച്ച് പറയുന്നതും ഒരു വിശ്വാസം തന്നെയാണ്. അപ്പോൾ തുറന്ന മനസ്ഥിതി എന്ന് പറയുന്നവർ പല ഓൾട്ടർനേറ്റീവ്സിനെ കൺസിഡർ ചെയ്യും. ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിൽ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരിക്കാം, എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് ഒരു ബോധം ഉണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ബോധമാണെന്നാണ്. ഇതൊരു വിശ്വാസമല്ല, എൻ്റെ ഒരു പരികൽപ്പന, ഹൈപ്പോത്തസിസ് എന്ന് വിചാരിച്ചാൽ മതി. അതായത് ഒരു മൺതരി ഉണ്ട്, ആ മൺതരി നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കോൺഷ്യസ്നെസ്സിലെ എന്തിനെങ്കിലും നിലനിൽപ്പുള്ളൂ, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ സ്പേസ് ഉണ്ടായിരിക്കണം, ടൈം ഉണ്ടായിരിക്കണം, ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കണം. കോൺഷ്യസ്നെസ്സിലെ എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ ഒരു തുറന്ന മനസ്ഥിതിക്കാരനാണെന്നാണ് എൻ്റെ വിചാരം. ഈ തുറന്ന മനസ്ഥിതി പ്രചരിപ്പിക്കാവുന്ന ഒന്നല്ല, അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. ഡോഗ്മാറ്റിസത്തിനാണ് എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. ഏതെങ്കിലും മതവിശ്വാസം ഒരാൾക്ക് ശക്തമായിട്ട് പ്രചരിപ്പിക്കാം, അതിൻ്റെ സംഘടന ഉണ്ടാക്കാം. പക്ഷെ തുറന്ന മനസ്ഥിതിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല, ത്രില്ലില്ല, അവിടെ ഈഗോ ഇല്ല. അപ്പം ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ വളരെ കാലം ജോലി ചെയ്ത ആളാണ്. വളരെ പ്രഗത്ഭരായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ എനിക്ക് പരിചയമുണ്ട്. ഇവരൊക്കെ തുറന്ന മനസ്ഥിതിക്കാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ ഏതെങ്കിലും ഒരു വിശ്വാസം അന്ധമായിട്ട് മുറുകെ പിടിക്കുന്നില്ല. ഭൗതിക വിശ്വാസമായാലും ശരി,
മതവിശ്വാസമായാലും ശരി. അപ്പോൾ ഈ ഏതെങ്കിലും വിശ്വാസികളുടെ സംഘടനയിൽ പോയി ചേരുന്നത് ഈഗോ കൂടുതലുള്ളവരാണ്. അവർക്കാണ് യഥാർത്ഥത്തിൽ ബുദ്ധി കുറവ്. ബുദ്ധി കൂടുതലുള്ളവർ തുറന്ന മനസ്ഥിതിക്കാരാണ്. അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു സംഗതിയല്ല. പിന്നെ അവർ സൗകര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കൂടെ ചേർന്നു വരും. ഇപ്പോൾ തിയറിറ്റിക്കൽ ഫിസിക്സാണ് ശാസ്ത്രങ്ങളിൽ ഈ പരമമായ സത്യത്തിൻ്റെ ഏറ്റവും അടുത്ത് കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖ. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാലം തിയറിറ്റിക്കൽ ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്ന വിശ്വനാഥൻ സാറിനെ എനിക്കടുത്തറിയാം. പിന്നെ ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അരുൾദാസ് സാറിനെ എനിക്കറിയാം. ഇവരൊക്കെ അവരുടെ മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ മതങ്ങളിൽ അവിശ്വസിച്ചിരുന്നവരല്ല. ഇപ്പോൾ വിശ്വനാഥൻ സാറ് എൻ്റെ മകളുടെ കല്യാണത്തിന്, അദ്ദേഹം തമിഴ് ബ്രാഹ്മണനായിരുന്നു, ഈ വളരെ ട്രഡീഷണലായിട്ടുള്ളതെല്ലാം ഉണ്ടായിരുന്നു, കാശിക്ക് പോക്കും ഒക്കെ ഉണ്ടായിരുന്നു വരൻ്റെ. അപ്പോൾ ഇതിലൊന്നും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ വിശ്വാസവും ഈ മതവിശ്വാസവും തമ്മിലൊരു പൊരുത്തമില്ലായ്മ അദ്ദേഹം കണ്ടിരുന്നില്ല. പിന്നെ കേരള യൂണിവേഴ്സിറ്റി ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് തിയറിറ്റിക്കൽ ഫിസിക്സ് പ്രചരിപ്പിക്കാനാണ്, അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ സ്പെഷ്യലൈസേഷൻ. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 100-ൽ കൂടുതൽ PhD ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ എത്ര പേർക്കാണ് തിയറിറ്റിക്കൽ ഫിസിക്സിൽ PhD കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ലൊരു ശതമാനം പേര് PhD എടുത്തിരിക്കുന്നത് തിയറിറ്റിക്കൽ ഫിസിക്സിൽ നിന്നാണ്. പക്ഷെ ഇവരാരും ഈ ഭൗതിക വിശ്വാസ സംഘടനയിൽ അംഗമായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. നേരെ മറിച്ച് ഭൗതിക വിശ്വാസം പ്രചരിപ്പിക്കുന്ന സംഘടനകൾ നോക്കിയാൽ അതിൽ ബഹുഭൂരിപക്ഷം പേരും ഫിസിക്സ് പോലും പഠിച്ചിട്ടുള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ശാസ്ത്രം കൂടുതലായിട്ട് പഠിക്കുന്നത് നമ്മളുടെ തുറന്ന മനസ്ഥിതിയാണ് വർദ്ധിപ്പിക്കുന്നത്. അതായത് ഇൻഡിറ്റർമിനേറ്റ്നെസ് എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞത്, അല്ലെങ്കിൽ ബുദ്ധൻ്റെ ശൂന്യത എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയാണ് തുറന്ന മനസ്ഥിതി കാണിക്കുന്നത്. ആ തുറന്ന മനസ്ഥിതി തന്നെയാണ് നമ്മുടെ ഇൻഡ്യൂഷൻ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോഴാണ് ഇൻഡ്യൂഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് പരമമായ സത്യം എന്ന് നമുക്ക് ഒരുപക്ഷെ ഒരു ധാരണ ഉണ്ടായെന്ന് വരാം. ഇത് വെളിയിൽ പറഞ്ഞ് അറിയിക്കാവുന്ന ഒരു സംഗതി ആകണമെന്നുമില്ല. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ നമുക്ക് ഉണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. കാരണം അത് ഉണ്ടെന്നോ ഇല്ലെന്നോ തറപ്പിച്ച് പറയാവുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു.